ഹലോ. അപ്പോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോ ആര്യയുടെ ബേബി ഷവർ ഡേ ആണെന്ന്. അപ്പൊ ഞങ്ങള് ഡെക്കറേറ്റ് ചെയ്യാൻ ഞങ്ങൾ വണ്ടിയിൽ പോയി. അരുണുണ്ട്, ചിന്നു ഉണ്ട്. ചിന്നു ചിന്നു ഏ ചിന്നു. അപ്പോ ചിന്നുവിനാണ് ബേബി ജെൻഡർ അറിയാവുന്നത്. അരുണെന്ന് അറിയാം അല്ലേ അരുണെ? അരുണറിയാം. അരുണറിയാം. ആക്ച്വലി എനിക്കും അറിയാം. അപ്പൊ ഞങ്ങളിപ്പോ കേക്ക് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ അധികം ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതല്ലേ ഇല്ലേ ഇവിടെ ഹാളിൽ പോയിക്കൊണ്ടിരിക്കുക പറഞ്ഞത്. നീ മിണ്ട കേട്ടോ, എനിക്കറിയില്ല എന്ന് അച്ഛനോട് പറഞ്ഞേക്കടെ. വേണ്ട ഇവളോട് പറയാൻ പറ്റില്ല. വേണ്ട വേണ്ട ഞാനാ ഇല്ലില്ല, എനിക്കറിയാന്നുള്ളത് ഇവൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഇപ്പൊ കേക്ക് എടുത്തോണ്ട് ഞങ്ങള് ഹാളിലേക്ക് പോകും. ഹാള് ഡെക്കറേറ്റ് ചെയ്യണം. ഇപ്പൊ ഉച്ചക്ക് 1 മണിയാണ്, ഈവനിങ് 5 മണിക്കാണ് ഞങ്ങളുടെ ഫംഗ്ഷൻ. കണ്ടിന്യൂഷൻ നമുക്ക് കാണാം. ഇതാണോ? ഇതായിരിക്കില്ലടാ, വൈറ്റ് അല്ലേ പറയണേ? ഇതായിരിക്കുമല്ലോ. ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും? കേക്ക് വരുന്നു. താങ്ക് യു. താങ്ക് യു. അലങ്കോലപ്പണിയിലാണ്, അലങ്കാരപ്പണിയിലാണ് ഇപ്പോൾ ചിന്നു. ബോയ് ഓർ ഗേൾ? ചിന്നു, നിന്റെ അഭിപ്രായത്തിൽ എന്താണ് ബോയ് ഓർ ഗേൾ? ടീം ഗേൾ. വീണ ചെറുതി ടീം വാട്ട്സ് യുവർ ടീം? ഗേൾ. ഓക്കെ. മിസ്റ്റർ തിയാമൂട്ടിന്റെ ഫ്രീക്കൻ, താങ്കളുടെ എന്താണ് ടീം ബോയ് ഓർ ഗേൾ? ബോയ്. മിസ്റ്റർ നിനക്കറിയാലോ? എന്നാ പറഞ്ഞോ. സുട്ടു, ബോയ് ഓർ ഗേൾ? ഹെഡ് സ്റ്റാൻഡ്. നിനക്ക് എന്താ വേണ്ടേ? ഫുഡ് തരാൻ വിളിച്ചു വരുത്തിട്ട് ഫുഡില്ലാതെ ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ 4 മണിക്ക് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും വിളിച്ചു ചോദിച്ചൊരു ഫുഡ് തരാതിന്റെ പ്രതിഷേധമാണിത്. ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു, പ്രഡിക്ഷൻ പറഞ്ഞായിരുന്നു. ബോയാണോ കാണും മോം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തന്നായിരുന്നെങ്കിലും. അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തന്നില്ലായിരുന്നു. അതെനിക്കറിയില്ല, സോറി. ദിസ് ഈസ് ദ മോം ടു ബി. ഡാഡ് ടു ബി വരുന്നതാണ്. മോം ടു ബി ഇവിടെ നടക്കുന്നു. അപ്പൊ ഞങ്ങളങ്ങനെ റെഡിയായി എല്ലാവരും ഒരേ കോസ്റ്റ്യൂമിൽ
ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാളില്. ഇന്നത്തെ ഞങ്ങളുടെ ഫ്ലവറി എന്തെന്ന് പറയുക, ഫ്ലവറി കോസ്റ്റ്യൂമാണ്. വൈറ്റിൽ കുറേ പൂക്കളുള്ള കോസ്റ്റ്യൂമാണ്. ഫുൾ കോസ്റ്റ്യൂം മൊത്തം അതെല്ലാവരും ഒരപ്പല്ലേ സുർമി സുട്ടു എല്ലാവരും ഒരപ്പുറത്തെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഒരപ്പുറത്ത് കിട്ടുന്നത് അതേപോലെ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ അരുൺ DPനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ റിവ്യൂ നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരായ തിരുവനന്തപുരത്തെയും ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ ഇരുത്തി ഗർഭിക്കുന്നില്ല. നമുക്ക് ആരെയും ഒരു ബാഡ്ജ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കാനായിട്ട് രുദ്രാംഗനെയും സുന്ദരാംഗനെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഒരു വോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഓരോ ഗേളാണോ ബോയ് ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇത് ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ടു സൈഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഗേൾ സൈഡ് ഒരു ടീമും ബോയ് സൈഡ് ഒരു ടീമായിട്ട് ഇരിക്കുന്നതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഓരോരുത്തരായിട്ട് ഓൺ സ്റ്റേജ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഗ്രാബ് ചെയ്യാം. എല്ലാവരും സെലക്ട് ചെയ്യാം. ഏതാണ് പോയി വോട്ടിംഗ് കൂടി ഉണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് വന്നാൽ മതി. ഇവിടെ ഒരു വോട്ടിംഗ് ബൂത്ത് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഏതാണോ വോട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യാനോ. തിരുവനന്തപുരത്തെയും ആര്യയുടെയും വരാനിരിക്കുന്ന രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളായി സ്പോൺസർ ചെയ്യുന്ന ആരാണ് എന്ന് തോന്നുമെങ്കിൽ
I think ladies all select girl. നമുക്ക് മോനെ ഡാഡിയുടെ അവസരം കൊടുക്കാം. എന്ത് പറയുന്നു? നമുക്ക് മോനെ ഡാഡിയുടെ അവസരം കൊടുക്കണ്ടേ? ഓക്കെ. ചിലപ്പി മോം ആൻഡ് ഡാഡ്. നമുക്ക് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. ഓക്കെ. ആര്യ ടീം ബോയ് ഓർ ടീം ഗേൾ? നിങ്ങളൊക്കെ ഏതാ ടീം? I think it's a girl. ടീം ബോയ്. ഓക്കെ. വോട്ട് ചെയ്യേണ്ടതാണ്. ഓടിച്ചിട്ടിരിക്കരുത്. ആ ചിന്നിക്ക് വോട്ട് ചെയ്തതാ. ആ ചിന്നിക്ക് വോട്ട് ചെയ്തത്. ഞാൻ വോട്ട് കൗണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പോ നമുക്കിത് ഇനി കൗണ്ട് ചെയ്യണ്ടേ നമ്മുടെ വോട്ടിങ്? അതിനായിട്ട് ലവീനയുടെ മമ്മീനെയും പപ്പേനെയും ക്ഷണിച്ചോളുന്നു. ബോയ്സ് ടീം വിൽ ബി വോട്ട്. എല്ലാവരും പറയുന്നത് കേളാണെന്ന്. കേളാണ്. അപ്പൊ നമുക്ക് ഓക്കെ. റിസൾട്ട് നോക്കാം. അമ്മച്ചി ഗേൾസിന് എത്രയുണ്ട്? 15. അപ്പോ ടീം ഗേൾസ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ വരാൻ പറ്റാത്ത കുറച്ച് ഫ്രണ്ട്സിന്റെയും കൂടി ഗസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അച്ഛാ, ആര്യ ചേച്ചിയുടെ കുഞ്ഞുമാവ ബേബി ഗേൾ ആയിരിക്കുമോ ബേബി ബോയ് ആയിരിക്കും? അമ്മയുടെ അഭിപ്രായം? ബേബി ഗേൾ ആയിരിക്കും. ആര്യയുടെ കുട്ടി ജസ്റ്റ് സെക്കൻഡ്. യെസ്, ഇറ്റ്സ് എ ബോയ്. യെസ്, ഇറ്റ്സ് എ ബോയ്. യാ, ഞാൻ ബോയ് എന്ന് പറയുന്നു. ഓക്കെ, ഡൺ. കിരണിന്റെ ആര്യയുടെ കുഞ്ഞ് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ? അമ്മ എന്ത് വിചാരിക്കുന്നു? അമ്മ എന്ത് പ്രൊഡിക്ട് ചെയ്യുന്നു? ഡാൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എന്നാലും പറയൂ. എന്നാലും അമ്മ ഏതായിരിക്കും എന്ന് വിചാരിച്ചു. ആണായാലും പെണ്ണായാലും ഒരുപോലെ അതിൽ പ്രത്യേകതകളൊന്നുമില്ല. ഓക്കെ. അച്ഛനെ തന്നെയാണ് അഭിപ്രായം? അച്ഛനില്ല? അച്ഛനാണ് തന്നെയാണ് അഭിപ്രായം. വേറെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഓക്കെ. കുഞ്ഞുമുത്തെ ബേബി ബോയ് ആയിരിക്കും ആളായിരിക്കാം? കുഞ്ഞുന്ന് പറയും. കുഞ്ഞുന്ന് പറയും. കുഞ്ഞുമുത്തെ കുഞ്ഞ് എന്തുട്ടേ മണ്ണ്. ഇതാണ് മഞ്ഞ ഞാൻ പറയുന്നത് ഞാനൊക്കെ വലിയ തരാറില്ല. ഒരു നല്ല Hi everybody. I guess the baby is a boy. Everybody, hi, my name is Heron is
Geeta is a baby girl. ഇനി നമ്മൾക്ക് മോമിനും ഡാഡിനും ഉള്ള ഒരു ഗെയിമാണ്. അപ്പൊ നിങ്ങൾ സ്റ്റേജിലേക്ക് വരാം. Okay, question for you guys. Who will be the stricter as a parent? Who will be more stricter as a parent? ഡാഡ് ഉത്തരം പറഞ്ഞില്ല. Who will wipe up face when the baby cries at night? Whose intelligence do you want the baby to have? വേണോ? ഇന്റലിജൻസ് ഇല്ലേ? Who will be more nervous on the first day of school? എല്ലാം ഓപ്പോസിറ്റ്. Who will dress the baby better? Who will dress the baby better? Who will change more diapers? Who will spoil the baby more? Who will panic first if the baby sneezes? മൊത്തം ഓപ്പോസിറ്റ്. More likely to cry during the delivery. Who will take more baby photos? Who will the baby look like more? Who will secretly give extra snacks or treats? Who will spend more time talking baby talk? Who will teach the baby naughty tricks? Is more likely to post every milestone on social media. Who will fall asleep during bedtime stories? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. Who will care the baby more? Good question. ഓക്കെ, എന്നാൽ നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞങ്ങളൊരു ഗെയിമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനു മുന്നേ ഞങ്ങൾക്ക് ഓഡിയൻസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നവർക്ക് നമ്മളുടെ ഒരു ചെറിയ ഗിഫ്റ്റും ഉണ്ട്. ഡെലിവറി ഡേറ്റ് എന്നായിരിക്കുമെന്ന് ആർക്കെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടോ? കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അവസരം. ഇപ്പൊ ലെവീനയ്ക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം അറിയാം. അപ്പൊ ലെവീനയ്ക്ക് അവസരം കൊടുക്കട്ടെ. എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി 18. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എനി ഗസ്സസ്? നിനക്ക് പറയണോ? പറ. January 15 and January 7. January 7. January 12. January 16th. January 16. January 16 പറഞ്ഞിട്ടുണ്ട്. അനുചേട്ടാ January 15th ഒരു 4:30 മുഹൂർത്തമാണോ? എക്സാക്ട് ടൈം പറഞ്ഞോ? ആയിരം എഴുതിയിരുന്നു. അതിന്റെ ഡേറ്റ് പറയുമ്പോൾ എനിക്ക് 12th January.
Delivery is January 18. January 25th. January 25th. അതായത് ചേട്ടൻ്റെ birthday ആണ്. January 1st. And the big guest. January 1st. January 21. Okay. എല്ലാവരും ജനുവരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്നാണ് നമുക്ക് ഹിരഞ്ചേട്ടനോട് ആദ്യം ചോദിക്കാം. January 16. കറക്റ്റ് ആണോ ആര്യ? ഓക്കെ, അപ്പൊ നമുക്ക് ജനുവരി 16 പറഞ്ഞ 2 പേരുണ്ട്. അവർക്ക് 2 പേർക്കും ഗിഫ്റ്റ് കൊടുക്കാം. സോ നെക്സ്റ്റ് ഗെയിം, നമ്മളിപ്പോ ഇവിടെ ഒരു പിരമിഡ് ഉണ്ടാക്കും. അതിനകത്ത് ഞങ്ങളൊരു പിങ്ക് ബോൾ ആൻഡ് എ ബ്ലൂ ബോൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബോൾ ഉള്ളത് ഏത് കളറാണോ അതായിരിക്കും ബേബിയുടെ ജെൻഡർ. Three girls and 2 boys എന്നാണ് ഉണ്ടായിരുന്നത്. Oh no. അപ്പൊ നമുക്ക് അടുത്തതില് വേറൊരു ഗെയിം കൂടി കളിക്കാം. അടുത്ത ഗെയിം കൂടി. അടുത്ത ഗെയിമിൽ നമുക്ക് reveal ചെയ്യാം. Okay? Be patient. അടുത്ത ഗെയിമിൽ ready ആണോ? ഇതിലിപ്പോ ആര് കരയും എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആര് കരയുന്നതാണ് twins, no twins. Things we already take. Okay. ഈ twins ആണോ? സത്യമായിട്ട് twins ആണോ? Notice. twins എല്ലാവരും പറയുന്നു. Okay, audience. നെക്സ്റ്റ് വണ്ടിയിലാണ് ജെൻഡർ ഇരിക്കുന്നത്. അപ്പൊ അടുത്തതിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നുണ്ടോ? ഫസ്റ്റ്
നെക്സ്റ്റ് ഒരു ഓഡിയൻസിനോട് വീട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഗസ് ആര്യാസ് ഡൽഹി സർക്കംഫറൻസ്. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് സമ്മാനം. എനി ഗസ്സസ്? എനി ഗസ്സസ്? ആര്യാസ് ഡൽഹിയുടെ സൈസ് ഇപ്പോ Inch or centimeter? Inch or centimeter? 124. Inch or? Inch? 42 inch or centimeter? Inch. Okay. 120 meter. 80 centimeter. Okay. 100 centimeter പറഞ്ഞാൽ അപ്പൊ ഇനിയും ഗെയിം കളിച്ചോണ്ടിരുന്ന ഹിരചേട്ടൻ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഡർ റിവീൽ ചെയ്യാം. അപ്പൊ അതിനായിട്ട് എല്ലാവരും ഒന്ന് ഓഡിയൻസ് എല്ലാവരും ബാക്ക് സ്റ്റേജിലോട്ട് തിരിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരും തിരിഞ്ഞിരിക്കേണ്ടതാണ്. നോ ചീറ്റിംഗ്. നിങ്ങൾ രണ്ടുപേരുടെയും മുന്നിൽ പെയിന്റ് ഉണ്ട്. ഞാൻ രണ്ട് കൈയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെയിന്റ് വാരി തേച്ച അവസരം. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയേണ്ടതാണ്?
നിന്റെ കള്ളക്കടക്കണ്ണിൽ ലൈറ്റാമതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ കണ്ണാലി വേറ്റുന്ന